വനമേഖലയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള പത്തനംതിട്ട വടശ്ശേരിക്കര ടൗണിൽ കാട്ടാന ഇറങ്ങിയത് ജനങ്ങളെയും വ്യാപാരികളെയും ഭീതിയിലാഴ്ത്തി. കഴിഞ്ഞ ദിവസം രാത്രി മനോരമ ജംഗ്ഷനിലെത്തിയ ആനയെ വനംവകുപ്പ് തുരത്തിയെങ്കിലും പ്രദേശത്തെ കൃഷിയിടങ്ങളും മതിലുകളും തകർത്ത് വൻ നാശനഷ്ടമാണ് വരുത്തിയത്. വന്യമൃഗശല്യത്തിന് അധികൃതർ ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വനമേഖലകളിൽ നിന്നും ഏറെ അകലെയാണെന്ന ധൈര്യത്തിലായിരുന്നു വടശ്ശേരിക്കരയിലെ ജനങ്ങൾ. എന്നാൽ ആ ധൈര്യമാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഇല്ലാതായത്. വടശ്ശേരിക്കര കുമ്പളത്താമൺ റോഡിലൂടെ സഞ്ചരിച്ച കല്ലാർ നദി മുറിച്ചു കടന്നാണ് കാട്ടാന മനോരമ ജംഗ്ഷനിലെത്തിയത്. ഇവിടെ നിന്നും മണ്ണാറക്കുളഞ്ഞി ശബരിമല ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറെ പ്രയത്നിച്ചാണ് തിരികെ ഓടിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് ടൗണിന് തൊട്ടടുത്തുള്ള മുളമൂട്ടിൽ ആനയുടെ പുരയിടത്തിൽ കാട്ടാന വൻ നാശനഷ്ടം വിതച്ചിരുന്നു. സ്ഥലം പാട്ടത്തിനടുത്ത് കേരള ബാങ്കിൽ നിന്നും കടമെടുത്ത് പുളിക്കൽ സാബു ജോസഫ് ചെയ്ത ഏത്തവാഴ കൃഷിയാണ് ആന ചവിട്ടിമതിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സാബുവിനുണ്ടായത്. ഇത് ഒളികല്ലിനപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന ആനേനെ നമ്മൾ ഇവിടുന്ന് എങ്ങനെ അവിടെ കൊണ്ടുവിടും? ഫോറസ്റ്റുകാർ ഇവിടുന്ന് 20 കിലോമീറ്റർ അകലെയുള്ള റേഞ്ച് ഓഫീസിൽ നിന്നാണ് ഇവിടെ വരാണ്ട്. ഇവിടെ റേഞ്ച് ഓഫീസുണ്ട്. ഇതിന്റെ അസിസ്റ്റന്റ് റേഞ്ച് ഓഫീസാണ് ചിറ്റാറിലുള്ളത്. പക്ഷേ അവിടെ ഉദ്യോഗസ്ഥരുണ്ട്, ഇവിടെ ഉദ്യോഗസ്ഥരില്ല, വണ്ടിയില്ല. പിന്നെ ആര് വരും? ഇതേ ദിവസം തന്നെയാണ് കടമാൻപാറ വാഴയിൽ വീട്ടിൽ വത്സമ്മയുടെ വീടിന്റെ മതിലും കാട്ടാന തകർത്തത്. വീടിനോട് ചേർന്ന് പകൽ സമയത്ത് പോലും ആനകൾ എത്തുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആന പറമ്പിലിറങ്ങിയത് നോക്കാൻ പോകുന്നതിനിടയിൽ ആന ഒടിച്ചു കളഞ്ഞ വാഴക്കച്ചിയിൽ തെന്നിവീണ് വത്സമ്മയുടെ കാലിന് പൊട്ടലേൽക്കുകയും ചെയ്തു. ഒരിക്കൽ മതിലിടിഞ്ഞു കിടക്കുന്നുണ്ട്. അന്നൊന്നും നമുക്ക് ആനയുടെ കാര്യമൊന്നും അറിയത്തില്ല, ഒരു സൈഡിലേത്. പിന്നെ അടുത്തൊരു 2 ദിവസം കഴിഞ്ഞപ്പം രാത്രി മോളെന്നെ വിളിച്ചിട്ട് വന്ന അമ്മ വീടെല്ലാം കുലുങ്ങുന്നു നീരമ്മയെന്ന് പറഞ്ഞ ഓണത്തിൽ. ഞങ്ങൾ 2 പേരും താഴെ വർക്കേരിയിൽ ഇറങ്ങിയപ്പം രാത്രി നമുക്ക് കാണാം കൊമ്പ് തന്നെ, ഒരു സൈഡിൽ ഈ സൈഡിൽ കൊമ്പ്, ആ സൈഡിൽ കൊമ്പ്. നിലവിൽ പ്രദേശത്ത് കാട്ടാന സാന്നിധ്യമുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. രാത്രികാല യാത്രക്കാരും പുലർച്ചെ ജോലിക്കിറങ്ങുന്നവരും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. എങ്കിലും ഭയന്ന് വിറച്ച് എത്രനാൾ മുന്നോട്ടു പോകുമെന്നാണ് വടശ്ശേരിക്കരക്കാരുടെ ചോദ്യം. വന്യമൃഗശല്യത്തിന് എത്രയും വേഗം ഒരു ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവരുടെ ഏക ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട.